യാത്ര ചെയ്തു പോകുമ്പോ നമുക്ക് ആകെയുള്ള ഒരു തുരുത്ത് അല്ലെങ്കിൽ ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ വേദികളിലെ ദുആയാണ്, നിങ്ങളുടെ ആമീനാണ്. അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ എന്ന് പറയുമ്പോ എത്ര സാലിഹീങ്ങൾ ഇരുന്ന് ആമീൻ എന്ന് പറയും. ആമീൻ എന്ന് പറഞ്ഞാൽ അത് ദുആയാണ്. ഖദ് ഉജീബത് ദഅവതുകുമാ എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. ആ ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ സ്വീകരിക്കപ്പെട്ടു എന്ന് അല്ലാഹ് പറഞ്ഞത് ഒരൊറ്റ ആളെ ദുആ എന്നിട്ടുള്ളൂ, സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസാ നബി ദുആ എന്നപ്പോ ഹാറൂൻ എന്ന് പറയുന്ന പ്രവാചകൻ, സ്വന്തം സഹോദരൻ, അദ്ദേഹം ആമീൻ പറഞ്ഞു. ഒരാള് ദുആ എന്നു മറ്റേയാൾ ആമീൻ പറഞ്ഞു. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞ വാചകം ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചു എന്നാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ ഈ ദുആ നീ സ്വീകരിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ആമീൻ പറയുന്നത് ദുആരക്കുന്നത് പോലെ തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആമീൻ ഉണ്ടാകണം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്.